നെഹെമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ആർക്കെങ്കിലും ശബ്ദമുയർത്തിയെന്ന് വായിച്ചുവിടയെത്തില്ല. നെഹെമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. அதற்கு நான் என்னை போன்ற மனிதன் ஓடி போவானோ, என்னை போன்றவன் உயிர் பிழைக்கும்படி தேவாலயத்திலே போய் பதுங்குவானோ, நான் போவதில்லை என்றேன். ഇവിടെ നാം പരിശോധിക്കുമ്പോൾ നെഹെമ്യാവിനെതിരെ ചില ശക്തികൾ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയേറ്റിരുന്നു. എങ്ങനെ എന്തിനാണെന്നറിയാമോ? ആമേൻ. ഇവിടെ ചില പണികൾ നടക്കി, ആലയത്തിന്റെ പണികൾ, മതിലിന്റെ പണികളൊക്കെയും നടക്കുമ്പോൾ അവരുടെ പണിയെ തടസ്സപ്പെടുത്തുവാൻ, അതിനെ നശിപ്പിക്കുവാൻ വേണ്ടി, മുന്നോട്ട് പണിയിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി ചില ശക്തികളൊക്കെ കടന്നു വന്നിട്ട്, ആമേൻ, അതിന്റെ 9-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെയും ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. ആകയാൽ ദൈവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഉയരുന്നത്, ഹല്ലേലൂയ, നമ്മുടെ ആത്മീയമായ ഉയർച്ചയൊന്നും ഒരിക്കലും ശത്രുവിന് ഇഷ്ടമല്ല. ആത്മീയത്തിൽ നാം ബലം പ്രാപിക്കുന്നത്, ആത്മീയത്തിൽ ശക്തി പ്രാപിക്കുന്നത്, ആത്മീയത്തിൽ പുഷ്ടി പ്രാപിക്കുന്നതൊന്നും ശത്രുവിനൊട്ടും ഇഷ്ടമല്ല. അവൻ പലപ്പോഴും നമ്മളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി, നമ്മുടെ ധൈര്യം ക്ഷയിപ്പിക്കുവാൻ വേണ്ടി പല വാക്കുകൾ കൊണ്ട്, പല പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ഏറ്റിരുമ്പോൾ നാം ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ വേണ്ടി ഏറ്റിരണം. ദൈവമേ, ഇതിന്റെ നടുവിൽ എന്നെ ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. കാരണം എന്റെ ധൈര്യം കെടുത്തുന്ന വാക്കുകൾ, എന്റെ ധൈര്യ ബലം കെടുത്തുന്ന വാക്കുകളൊക്കെയും എന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ ശക്തീകരിച്ചാൽ, അങ്ങനെ ബലപ്പെടുത്തിയാൽ, പ്രൈസ് ദി ലോർഡ്, ഈ നെഹെമ്യാവിന്റെ മുമ്പിലും അവന്റെ ധൈര്യത്തെ ക്ഷയിപ്പിച്ചു കളയുവാൻ ചില ശക്തികൾ എഴുന്നേറ്റ് കടന്നു വന്നു. ആമേൻ. എന്നാൽ ദൈവസന്നിധി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. ഈ വർഷത്തിന്റെ അവസാന വെള്ളിയാഴ്ചയിലും ധൈര്യം നഷ്ടപ്പെട്ടവരെ പോലെ വിവിധമായ വിഷയങ്ങൾക്ക് നടുവിൽ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറാണോ? ദൈവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ, എന്നെ ധൈര്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ ധൈര്യപ്പെടുത്തുന്നവരാണ് നമ്മുടെ കൂടെയുള്ളത്. അതിന്റെ 12-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലേ, അതിന് 12-ാം വാക്യം നാം വായിച്ചത്, അതിന് ഞാൻ എന്നെ പോലെ ഒരാൾ ഓടിപ്പോകുമോ? 10-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, അതിന്റെ അവസാന സെന്റൻസുകളിൽ നമുക്ക് കാണുവാൻ കഴിയും, നെഹെമ്യാവിനോട് അവർ വന്ന് പറഞ്ഞു, നിന്നെ കൊല്ലാൻ വരുന്നുണ്ട്, നിന്നെ കൊല്ലുവാൻ രാത്രിയിൽ അവർ വരുമെന്നൊക്കെയും പറഞ്ഞ് ഭയപ്പെടുത്തുന്ന വാക്കുകൾക്ക് മുമ്പിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവവുമായിട്ട് ബന്ധമുള്ളവൻ, പ്രാർത്ഥിക്കുന്നവൻ, ദൈവത്തെ സ്തുതിക്കുന്നവൻ, ദൈവത്തിന് ആശ്രയിക്കുന്നവൻ, ആ ദൈവത്തിൽ വിശ്വാസമുള്ളവൻ ഇപ്രകാരം പറയുന്നത്, എന്നെ പോലെ ഒരാൾ ഓടിപ്പോകുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശത്രുവെ, നീ പറയുമ്പോൾ ഓടിപ്പോകുവാനുള്ള വ്യക്തിയല്ല ഞാൻ. ശത്രുവെ വെല്ലുവിളിക്കുമ്പോൾ നീ പറയുമ്പോൾ ഹല്ലേലൂയ ഓടി പരാജയപ്പെട്ട് ഓടിപ്പോകുവാനല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ മേലൊരു അഭിഷേകമുണ്ട്, എന്റെ മേലൊരു ദൈവശക്തിയുണ്ട്. ഏത് പ്രതിസന്ധികളെയോ, ഏത് പ്രശ്നങ്ങളെയോ, ഏത് വെല്ലുവിളികളെയോ, ഏത് ഗോലിയാത്തിനെയോ, ഏത് പർവ്വതങ്ങളെയും ഉടച്ചു കളയുമെന്ന ഒരു ആത്മശക്തി എന്റെ മേലുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശത്രുക്കൾ വന്നകലെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്കെതിരെ കടന്നു വന്നാലും ഭാരപ്പെടരുത്. അതിന് നടുവിൽ ദൈവത്തിന്റെ പ്രവർത്തികളെ വെളിപ്പെടുത്തുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെയുണ്ട്. ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ആ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം എന്നോട് കൂടെയുണ്ട്. ഓ ഹല്ലേലൂയ. ഞാൻ തകരുകയില്ല, ഞാൻ തളരുകയില്ല, ഞാൻ ബലപ്പെട്ട് ധൈര്യം പ്രാപിച്ചവരായി ഓടുവാൻ തക്കവണ്ണം അടിയേറ്റിരോ, പുതിയ വർഷത്തിലേക്ക് കടക്കുവാൻ അടിയേറ്റിരുമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാൻ തക്കവണ്ണം അടിയേറ്റിരോ. നെഹെമ്യാവ് ഇപ്രകാരം പറയുന്നത്, അതിന് ഞാൻ എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? വിശ്വാസിയാന്ന് പറഞ്ഞ് പേര് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വെല്ലുവിളികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ അതിനു മുമ്പിൽ പറയണം,
ഇതിനു മുമ്പിൽ ഞാൻ ഓടി ഒളിക്കുന്ന വ്യക്തിയല്ല, ഇതിനു മുമ്പിൽ ഞാൻ പുറകോട്ട് പോകുന്ന വ്യക്തിയല്ല. പിന്നെയോ ഹല്ലേലൂയ, ദൈവസന്നിധി നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിന് മറുപടികളെ നേടിയെടുത്ത് ദൈവസന്നിധി പിന്നെയും ഓടുവന്നക്കവണ്ണം എന്നെ ഇടയാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ടോടുവാൻ തക്കവണ്ണം ഇടയേറ്റണം. വേല നടക്കാതെ വണ്ണം അവരുടെ പദ്ധതികളെ, അവരുടെ പണികളെ തടസ്സപ്പെടുത്തുവാൻ നോക്കുന്നവരുടെ മധ്യത്തിൽ, അവനെ ഭയപ്പെടുത്തുവാൻ നോക്കുന്നവരുടെ മധ്യത്തിൽ, കൊല്ലാൻ വരുന്നുണ്ട് ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ അവൻ പറയും, ഞാൻ എങ്ങോട്ട് ഓടിപ്പോകത്തില്ല, എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ഇവിടെ സ്ഥാനത്താക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം നിനക്കെതിരെ എത്ര വലിയ ശത്രുക്കൾ വെല്ലുവിളിച്ചാലും എത്ര വലിയ പദ്ധതികൾ തയ്യാറാക്കിയാലും നീ ഓടിപ്പോകത്തില്ല. ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ ശത്രു ഓടിപ്പോകുന്നത് നീ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനോട് ഇപ്രകാരം ഒരു വാക്ക് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 31-32 വാക്യം ആർക്കെങ്കിലും വായിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരാം. அந்த நாளிலே சில பரிசேயர் அவரிடத்தில் வந்து, நீர் இவ்விடத்தை விட்டு போய்விடும், ஏரோது உம்மை கொலை செய்ய மனதாய் இருக்கிறான் என்றார்கள். அதற்கு அவர், நான் இன்றைக்கும் நாளைக்கும் பிசாசுகளை துரத்தி வியாதி உள்ளவர்களை சொஸ்தமாக்கி 3ஆம் நாளில் நிறைவடைவேன். இன்றைக்கும் நாளைக்கும் மறுநாளைக்கும் நான் நடமாட வேண்டும். எருசலேமுக்கு புறம்பே ஒரு தீர்க்கதரிசியும் அடிந்து போகிறதில்லை என்று நான் சொன்னதாக நீங்கள் போய் அந்த நரிக்கு சொல்லுங்கள். യേശു കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, ആ നാഴികയിൽ തന്നെ ചില പരീശന്മാർ അടുത്ത് വന്ന് ഇവിടം വിട്ട് പോയിക്കൊള്ളുക. അവർക്കറിയത്തില്ല ആരോടെ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ബലപ്പെടുത്തിയവൻ, ആത്മാവ് സ്വർഗത്തിൽ നിന്ന് അവൻ സ്നാനപ്പെടുന്ന സമയത്ത് പാവെന്ന പോലെ ഇറങ്ങി വന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സ്നാനം കഴിഞ്ഞ് കരയിലേക്ക് കയറുമ്പോൾ ദൈവശബ്ദത്തിന്റെ സ്വരം ദർശിക്കുവാൻ തക്കവണ്ണം ഏറ്റവൻ, ഹല്ലേലൂയ മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടവൻ ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി. നമുക്കറിയുവാൻ കഴിയും, ആത്മാവിന്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ പരീക്ഷകളെ ജയിക്കുവാൻ, ശത്രുവിന്റെ സകല പരീക്ഷകളെ ജയിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അവനെ ബലപ്പെടുത്തിയ ദൈവത്തിന്റെ ആത്മാവ്. ഇന്ന് പകൽക്കാലം നാം പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മ ശക്തി നിന്റെ പരീക്ഷകളിന്മേൽ ജയിക്കുവാൻ തക്കവണ്ണം നിന്നെ ബലപ്പെടുത്തുന്നതാ, നിന്നെ ശക്തീകരിക്കുന്നതാ. ഇവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും, ചില പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് വിരട്ടുകയാ, നീ ഇവിടം വിട്ട് പോയിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പറയും, ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നുവെന്ന് അവനോട് പറഞ്ഞു. നമ്മ നെഹെമ്യാവ് അവനോട് പറഞ്ഞതുപോലെ ഇവിടെ യേശുവിനോട് പറയുക, പ്രൈസ് ദി ലോർഡ്, ഇവിടം വിട്ട് പോയിക്കോണം, ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു ഭയപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ യേശു ഇപ്രകാരമാ തിരിച്ച് മറുപടി പറഞ്ഞത്. ആമേൻ ഹല്ലേലൂയ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട്, പ്രൈസ് ദി ലോർഡ്, രാജാവെ നീ കുറുക്കനെ, രാജാവിനെ കുറുക്കൻ എന്ന് വിളിക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ അവൻ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകമുണ്ട്, ആത്മാവിന്റെ ശക്തിയുണ്ട്. നീ ഹല്ലേലൂയ പകൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നേക്കാൾ എത്ര വലിയ ഉയർന്ന ശക്തിയിൽ ആയിരിക്കുന്ന വ്യക്തി നിന്നെ നോക്കി വെല്ലുവിളിക്കുമ്പോഴോ, നിന്നെ നോക്കി ഹല്ലേലൂയ അതിന് വേണ്ടാത്ത വാക്കുകൾ പറയുമ്പോഴോ ഭയപ്പെടുവാൻ നീ എത്തിരരുത്. ഹെരോദാ രാജാവ് അധികാരമുള്ളവനാണ്, പക്ഷെ യേശുവിനോട് ഇവിടുന്ന് പോയിക്കൊള്ളണം, അവൻ നിന്നെ കൊല്ലുമെന്നൊക്കെ പറയുമ്പോൾ യേശു ഇപ്രകാരം പറഞ്ഞത്, ആമേൻ നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുക, ആമേൻ ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ സമാപിക്കുകയും ചെയ്യും.
എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. എന്നിൽ ദൈവം തന്നിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അത് നിറവേറാതെ ഇവിടം വിട്ട് പോകുന്ന പ്രശ്നമില്ല. ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളെ നോക്കി, ചില വ്യക്തി ജീവിതങ്ങളെ നോക്കി ശത്രുവാകുന്നവർ അത് ഇവിടെ നിന്നും പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാദിക്കുന്ന നിമിഷങ്ങൾക്ക് നടുവിൽ ധൈര്യത്തോടെ പറയുന്നിടയത്തിന് ദൈവം അനുവദിക്കുന്ന സമയം വരെയും ഞാനിവിടെ കാണും. പിശാചേ, നീ എന്നെ വിട്ടുപോ. ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുന്നതിനെതിരെ, ദൈവത്തിന്റെ സൗഖ്യങ്ങൾ വെളിപ്പെടുന്നതിനെതിരെ, ദൈവികത്തിന്റെ അടയാളങ്ങൾ വെളിപ്പെടുന്നതിനെതിരെ ശത്രുവാകുന്നത് എത്ര വലിയ ഭയപ്പെടുത്തുന്ന വാക്കുകളുമായിട്ട് കടന്നു വന്നാലും നീ അതിനു മുമ്പിൽ ഭാരപ്പെട്ട് നിരാശനായിത്തീരരുത്. നീ ധൈര്യത്തോടെ പറ, ദൈവമായി എന്നെ ഈ സ്ഥാനത്താക്കി വെച്ചിരിക്കുന്നെങ്കിൽ, ദൈവമായി എന്നെ ഈ ദേശത്താക്കി വെച്ചിരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റിയതിന് മാത്രമേ എനിക്ക് ഇവിടുന്ന് കടന്നു പോകുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തു പറയുക, ഇന്നും നാളെയും ഭൂതങ്ങളെ ഞാൻ പുറത്താക്കും. ഇന്ന് ഞാൻ പേടിച്ചു പോകത്തില്ല. ഇന്ന് ഞാൻ ഓടിപ്പോകുന്ന വ്യക്തിയല്ല. ഇന്നലെ ചെയ്ത അത്ഭുതങ്ങൾ ഇന്നും ഞാൻ ഇവിടെ ചെയ്യും, നാളെയും ഇവിടെ ചെയ്യും. രോഗശാന്തി വരുത്തുകയും 3-ാം നാൾ സമാപിക്കുകയും ചെയ്യും. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു. യെരൂശലേമിന് പുറത്തു വെച്ചൊരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭവമല്ലോ എന്ന് പറയുകയും, പിന്നെ അതിന്റെ അടുത്ത വാക്യം പറയുന്നത്, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കണ്ടെത്തുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. യെരൂശലേമിനെ ചേർത്ത് പിടിക്കുവാൻ ദൈവം മനസ്സ് തോന്നിയിട്ടു ആമേൻ ആ ആഗ്രഹത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാത്തൊരു ദേശം. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മനസ്സിലായിക്കണം, യേശു ഈ വെല്ലുവിളികളിലൂടെ കടന്നുപോയതാ. പക്ഷെ അതിനു മുമ്പിൽ അവൻ പതറിയില്ല. അതിനു മുമ്പിൽ അവൻ ഭയപ്പെട്ടില്ല. ആമേൻ പോയി ആ കുറുക്കനോട് പറ, ഇന്നും നാളെയും ഞാൻ ഇവിടെ തന്നെ ഈ പ്രദേശത്ത് കാണും. ഹല്ലേലൂയ. ദൈവം എന്നിൽ കൂടെ ആഗ്രഹിച്ച പ്രവർത്തികളെ ഞാൻ നിറവേറ്റിട്ട് ഇവിടുന്ന് ഞാൻ മടങ്ങി പോകത്തുള്ളൂ.